ഹലോ. അപ്പം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നല്ലൊരു പൊട്ടറ്റോ ട്വിസ്റ്റേഴ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ട്വിസ്റ്ററിൻ്റെ ആ ഒരു കമ്പെടുത്തിട്ട് നമുക്കതൊന്ന് ഈ ഒരു രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് അങ്ങ് സെറ്റ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങ് നടുക്ക് വരുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്യാം. ശേഷം നമുക്കൊരു കത്തി എടുത്തിട്ട് ഇത് ഈ വീഡിയോയിൽ കണ്ടതുപോലെ പിന്നെ കട്ട് ചെയ്തെടുക്കാം. റിങ് മാതിരി ഒരു ഭാഗത്തു നിന്ന് തുടങ്ങി മറ്റേ ഭാഗത്ത് അവസാനിക്കുന്നതിന് തൊട്ട് താഴെ വെച്ച് ഒരു പീസായി കട്ട് ചെയ്യാതെ പിന്നെ ആ ഒരു രീതിയിൽ റിങ് മാതിരി കട്ട് ചെയ്ത് എടുക്കാം. ഇങ്ങനെ എടുത്താൽ അതൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ, കാണാനും നല്ല ഭംഗിയാണ്. സാവധാനം ചെയ്താൽ മതി, അല്ലെങ്കിൽ തടിച്ച പീസൊക്കെ ആയാൽ വേണ്ടൊന്നുമില്ല, വേറൊക്കെ ചെയ്യും എണ്ണയിലിടുമ്പോൾ. പക്ഷെ എന്നാലും നേരിയ രീതിയിൽ ചെയ്യുമ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാവധാനം റിങ് മാതിരി ഇങ്ങനെ കട്ടാവാതെ ആ ഒരു കത്തി മൂവ് ചെയ്യാതെ പൊട്ടറ്റോ ഒന്ന് മൂവ് ചെയ്തെടുത്താൽ മതി റൗണ്ടിൽ. അപ്പോൾ അത് കട്ടാവാതെ അത് നല്ല ആ ഒരു രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. കുറച്ചൊന്ന് സൂക്ഷിച്ച് ചെയ്താൽ മതി, എന്നാൽ അത് നല്ല രീതിയിൽ കട്ടാവാതെ ആ ഒരു റിങ് മാതിരി ചുറ്റി നമുക്ക് കത്തി കൊണ്ട് ചുറ്റി എടുത്താൽ നല്ലൊരു ട്വിസ്റ്ററിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് ഇപ്പോൾ പുറത്ത് ബീച്ചിലൊക്കെ പോയാൽ നമ്മൾ കഴിക്കുന്ന ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്കത് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഏകദേശം ഇവിടെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഒന്ന് സ്ലോലി ചെയ്താൽ മതി, എന്നാൽ ഈ ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ട്വിസ്റ്റർ ഏകദേശം ഈ ഒരു രീതിയിൽ ഞങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാം സെറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ വെച്ചിട്ട് നമുക്ക് അടുത്ത ഒരു മോഡലൂടി കാണിച്ചു തരാം. പൊട്ടറ്റോ നേരിയ രീതിയിൽ അരിഞ്ഞിട്ട് ഇത് കണ്ടോ, ഇതുപോലൊരു കമ്പിനകത്ത് ഞങ്ങൾക്ക് ചുറ്റിച്ചെടുക്കാൻ പറ്റില്ലെങ്കിൽ ഇതുപോലൊരു കമ്പിനകത്ത് അതൊന്ന് മടക്കി അതുപോലെ ഒന്ന് കൊളുത്തി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയും ചെയ്തെടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. കാണാൻ കുറച്ചുകൂടി ഭംഗി മറ്റേ രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നുകൂടി അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബീച്ചിലൊക്കെ പോയാൽ ബീച്ച് പാർക്ക് പോലെയുള്ള പ്ലേസിലൊക്കെ പോയാൽ ഇങ്ങനത്തെ ഐറ്റംസ് വാങ്ങി കഴിക്കുന്ന ആൾക്കാരുണ്ടോ? എനിക്കിഷ്ടമാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഞാനിത് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റ് അല്ലേ അത് കഴിക്കാനായിട്ട്. നല്ല ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ ലവേഴ്സൊക്കെ കഴിക്കുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ അത് ഏകദേശം എല്ലാം പല രീതിയിൽ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോരോ ഇതളുകളായിട്ട് കട്ട് ചെയ്തിട്ടും മടക്കിയിട്ടും ഒക്കെ ഈ ഒരു രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിന് വേണ്ട കൂട്ട് റെഡിയാക്കാം. ഒരു 3/4 കപ്പ് കോൺഫ്ലവറിനകത്ത് ഒരു 1/4 കപ്പ് മൈദപ്പൊടി ആഡ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ കൂട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ ഇനി അതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഏത് മുളക് പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, അങ്ങനെയൊന്നുമില്ല. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനൊരു ഫ്ലേവറിന് നല്ല ടേസ്റ്റാണ് ചാറ്റ് മസാലയുടെ പൊടി. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് കുറച്ച് വെള്ളം, ഒരു 3/4 കപ്പ് വെള്ളം അളവിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി, നോക്കി ഒഴിച്ചാൽ മതി. അതൊരു ലിക്വിഡ് മാതിരി ആക്കിയിട്ട് ഒരുപാട് വെള്ളം ആയാൽ അതിൻ്റെ ഒരു തിക്നെസ് കിട്ടില്ല. അപ്പോൾ അത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം. പിന്നെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ പാത്തൂസ് കിച്ചൺ ടിപ്സ് എന്ന് പറഞ്ഞ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടും കമൻറ്റും ഒക്കെയാണ് നമുക്ക് മുന്നോട്ട് വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അതൊന്നും മറക്കാതെ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ ലിക്വിഡ് ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. അതിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊട്ടറ്റോ എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് ആ ഒരു ലിക്വിഡ് നമ്മുടെ മാവ് നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇത് കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഐറ്റമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ അതതിൻ്റെ മുകളിലൂടെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തും എത്തുന്നുണ്ടെന്നൊന്ന് ഉറപ്പ് വരുത്തുക. അതിൻ്റെ ഒരു ഫ്ലേവറാണ്, അതൊരു ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാ ഭാഗത്തും ഒന്ന് ചെയ്തെടുക്കണം.
ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന എണ്ണയിലേക്ക് നമുക്കതിങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മുരിഞ്ഞ് വരണം. അപ്പോൾ ഒരു ഭാഗം ഏകദേശം സെറ്റായി വരുമ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി കേട്ടോ, പെട്ടെന്നാവും. ഒരുപാട് ടൈമൊന്നും വേണ്ട. ഒരുപാട് ടൈം മീൻസ് അത് വേകാനുള്ള ടൈം, അത് വെന്ത് വരാനുള്ള ടൈം മാത്രം മതി. രണ്ട് ഭാഗമൊന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ ആക്കിയിട്ട് എടുക്കണം. എണ്ണയോണ്ട് കളിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചിട്ടൊക്കെ ചെയ്യാം. രണ്ട് ഭാഗവും നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് നല്ല മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് എടുക്കുവാണ്. അങ്ങനെ അത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. രണ്ട് ഭാഗം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ഇട്ട് കൊടുത്തു. ഇത് മറ്റേ മോഡലിൽ ചെയ്തതായിരുന്നു. അപ്പോൾ അത് അവിടെ കിടന്ന് പൊരിയട്ടെ. അതുപോലെ ഓരോന്നായിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2-3 ഒരുമിച്ച് ഇട്ട് കൊടുക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ അങ്ങനെ ചെയ്തെടുത്തിട്ടില്ല. മര്യാദയ്ക്ക് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്, പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ പുറത്തൊക്കെ പോയാൽ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായി മുരിഞ്ഞിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് അതിൻ്റെ തന്നെ സോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ അങ്ങ് ഡിപ്പ് ചെയ്ത് കൊടുത്തു, ഒഴിച്ചു കൊടുത്തു. ഇനി നിങ്ങളുടെ കയ്യിൽ ട്വിസ്റ്ററിൻ്റെ ആ ഒരു സോസ് ഇല്ലയെന്നാണെങ്കിൽ ടൊമാറ്റോ സോസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ടൊമാറ്റോ സോസ് യൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഈ ഒരു സോസാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി വെച്ചു. ബാക്കിയുള്ളതൊക്കെ കുട്ടികൾക്ക് കൊടുത്തു. അവരവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവർക്കങ്ങ് കൊടുത്തു. അതിനുശേഷം ഞാൻ 2 വെച്ച് മാത്രം വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതിനകത്ത് നന്നായിട്ട് ഞാൻ അതിൻ്റെ തന്നെ സോസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ്. കണ്ടോ, നല്ല തിക്കായിട്ടുള്ളൊരു മയോണൈസ് പോലത്തെ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിൻ്റെ സോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വരെ നമുക്കിതൊന്ന് കഴിച്ചുകൂടി നോക്കാം. കഴിച്ചുകൂടി കാണിച്ചു തരണമല്ലോ. അപ്പോൾ കണ്ടോ, അത് പറിച്ചെടുക്കാൻ കണ്ടോ, ശരിക്കും നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ രീതി കിട്ടുന്നുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.